മണി 10:30 മണിയായി. ഓ, ഇത്രയും ഉത്തരവാദിത്തമില്ലാത്ത സ്റ്റാഫുകളെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. അണ്ണാ, അണ്ണൻ എന്താണ് ഇത്ര ഒച്ച വെക്കുന്നത്? അണ്ണൻ ഈ ബാങ്കിന്റെ മാനേജറാണോ? അല്ല, പിന്നെന്താ ഇത്ര ഷൗട്ട് ചെയ്യുന്നത്? തുടക്കമല്ലേടാ, ഒരു ഓളം ഉണ്ടാവണ്ടേടാ. നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? ബാങ്ക് കൊള്ളയടിക്കാൻ. എന്നാ പിന്നെ അതിന്റെ കാര്യം പറ. അപ്പൊ നമ്മുടെ പദ്ധതി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി, എവിടെയാണ് ലോക്കർ, എവിടെയാണ് ക്യാഷ് ഇരിക്കുന്നത് മനസ്സിലാക്കി അത് തക്കം നോക്കി നമുക്ക് അടിച്ചു മാറ്റണം. അത്രയും കാര്യമില്ലേ ഉള്ളൂ. നമ്മൾ എന്തായാലും നടന്നല്ല നമ്മൾ കൊള്ളയടിക്കാൻ വേണ്ടി ഇവിടെ വന്നത്. അതെ. പിന്നെ നമ്മൾ എന്തിനാ ഈ ഹെൽമെറ്റും കൊണ്ട് വന്നത്? ഓ, ഈ മണ്ട. നോക്കടാ, 2-3 CCTV ക്യാമറ ഇരിക്കുന്ന കണ്ടോ? അത് ആദ്യം അടിച്ചു മാറ്റണം അല്ലേ? അത് അടിച്ചു മാറ്റണമെന്നല്ല, നമ്മൾ കൊള്ളയടിക്കുന്ന സമയത്ത് നമ്മളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഈ ഹെൽമെറ്റ് വെച്ച് വേണം നമ്മൾ മോഷണം നടത്താൻ. എന്റെ അണ്ണാ, നമ്മൾ ഇവിടെ വന്ന് കേറിയപ്പോ തന്നെ ഈ CCTV-ക്കകത്ത് നമ്മുടെ ഫോട്ടോ എടുത്തില്ലേ? ഇത് നമ്മളെ ഇപ്പൊ മോട്ടിക്കാനാണ് വന്നതെന്ന് CCTV-ക്ക് അറിയാമോ? മോഷണം നടത്തുമ്പോഴല്ലേ CCTV-ക്ക് അറിയാൻ പറ്റൂ. ആ സമയത്ത് നമ്മൾ ഹെൽമെറ്റ് വയ്ക്കുമല്ലോ, അപ്പൊ CCTV നമ്മളെ തിരിച്ചറിയത്തില്ലല്ലോ. എന്റെ ബുദ്ധി, എന്റെ പൊന്ന അണ്ണന്റെ ബുദ്ധി അപാരം തന്നെ. നമസ്കാരം കേട്ടോ. ഇരിക്കൂട്ടോ. കേട്ടോ, നിങ്ങൾ എന്തിനു വന്നതാ? കസ്റ്റമേഴ്സ് ആണോ? അല്ല, ഞാനല്ല കസ്റ്റമേഴ്സ്, ഇവനാണ് കസ്റ്റമേഴ്സ്. എന്റെ കൂടെ നടന്ന വെറും കസ്റ്റമർ. കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമ്മള് പണയം വെക്കാൻ വന്നാണോ ചോദിച്ചത്? അല്ല, ഞങ്ങള് ഇവിടെ സെക്യൂരിറ്റിയുടെ ഇന്നർ മീനിങ്ങിന് വന്നതാ. ഇന്നർ മീനിങ്ങാ? അല്ല, ഡബിൾ മീനിങ്ങിന് ഡബിൾ മീനിങ്ങാ? ഇന്റർവ്യൂ. ഇന്റർവ്യൂവിന് ഓ, വന്നതാ. ഇന്റർവ്യൂവിന് വന്നതാണോ? ഇരിക്കൂട്ടോ. മാനേജർ വന്നിട്ടില്ല കേട്ടോ. നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യൂട്ടോ. ഞാനന്ന് അങ്ങോട്ട് ഇരിക്കട്ടെ കേട്ടോ. ശരി കേട്ടോ. എന്റെ ദൈവം, എന്തോരം ഇട്ടിട്ട് പോയിരിക്കുന്നല്ലേ. പാലപ്പുറത്തേക്ക് പോലും ഇത്ര ഇട്ടോ കാണത്തില്ല അവർക്ക്. മാനേജർ എപ്പോ വരുമ്പോ ഞാൻ സൂത്രത്തിൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. ആ സമയത്ത് പെട്ടെന്ന് ചാടി കഴുത്തി കത്തി വെച്ചിട്ട് ഭീഷണിപ്പെടുത്തും. ആ സമയം കൊണ്ട് നീ ലോക്കറിൽ നിന്ന് ആ പൈസ മൊത്തം അടിച്ചങ്ങ് മാറ്റണം. ഞാൻ ബാഗിനകത്ത് നിറച്ചിരിക്കും. അപ്പൊ ആക്ഷന് മുമ്പ് ഒരു പ്രയർ. എന്റെ ദൈവമേ, ദൈവമേ, ഓ നീ ആയതുകൊണ്ടാ തെറ്റിക്കല്ലേ. ആര്? അല്ല, നീ ആയതുകൊണ്ട് പറഞ്ഞതാ. ഓ, വഴി തെറ്റിക്കല്ലേ ലോക്കറിലോട്ടുള്ള. ഭഗവാനെ രക്ഷപ്പെടുത്തണേ. ഓക്കെ. ഹലോ, അതെ ബാങ്ക്. അതെ, നമ്മുടെ 7-ാം തീയതിയാണ് നമ്മുടെ 5ാമത്തെ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം ചെയ്യുന്ന ആരതോ വൈറ്റില ഹബിനടുത്ത് പാൻ പരാഗ് വിൽക്കുന്ന അതിഥി തൊഴിലാളി. അതല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്. അയാളെ കാണാൻ ഋത്തിക് റോഷനെ പോലെ ഉണ്ടെന്ന് വെച്ച് സോഷ്യൽ മീഡിയ മൊത്തം ഇപ്പൊ അയാളെ വെക്കുന്നല്ലേ. ആ ട്രെൻഡിൽ പിടിച്ചല്ലേ നമ്മൾ ഉദ്ഘാടനത്തിന് ആളെ വിളിച്ചത്. ഓക്കെ ശരി. ഇവനെ ട്രെൻഡിങ്ങിൽ ഉദ്ഘാടനം നടത്തട്ടെ. ആ ബാങ്ക് കുത്തിപ്പൊളിച്ച് ഇവനെ ഞാൻ ടെൻഡി കിടത്തും. അവസാനം റോഡിൽ കൂടെ നടന്ന് ഇവൻ തെണ്ടണം. ഓക്കെ ജിംസി, വേറെ സംശയമൊന്നുമില്ലല്ലോ? ഇല്ല സർ. വന്നിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. അതിന്റെ ബുദ്ധിമുട്ടൊക്കെ കാണും. പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം കേട്ടോ. അല്ല സാർ, എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. സംശയം? സാർ, അത് കൂട്ടുപലിശയും പിഴപ്പലിശയും തമ്മിലുള്ള വ്യത്യാസം എന്താ സാർ? അത് ഈ കൂട്ടുപലിശയും പിഴപലിശയ്ക്കുള്ള വ്യത്യാസം പറഞ്ഞുതരാം. അതായത് നമ്മൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ലോൺ കൊടുക്കുന്നു. കൊടുത്തു കഴിയുമ്പോൾ അവൻ പലിശ അടയ്ക്കത്തില്ല. പലിശ അടയ്ക്കാതെ വരുമ്പോഴും നമ്മൾ അവൻ എന്ത് ചെയ്യും? കൂട്ടുപലിശ ഇടും. കൂട്ടുപലിശ ഇട്ടിട്ടും അവൻ അടയ്ക്കാതെ വന്നാൽ നമ്മൾ മനസ്സിലാക്കണം അവൻ പിഴയാണ്. അപ്പൊ നമ്മൾ ഏർപ്പെടുത്തുന്ന പലിശയാണ് പിഴപ്പലിശ. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അതാരാണ്? കസ്റ്റമേഴ്സ് ആണോ? ഇന്റർവ്യൂവിന് വന്നതാണ്. സെക്യൂരിറ്റി ഗാർഡിന്റെ. ഹലോ സെക്യൂരിറ്റി ഗാർഡിന്റെ ഇന്റർവ്യൂ അല്ലേ? താൽക്കാലികമായി ഞങ്ങൾ ബാങ്കിലേക്ക് 2-3 സെക്യൂരിറ്റിക്കാരെ എടുക്കുന്നുണ്ട്. അപ്പോ രണ്ടുപേരും അതിനാണല്ലോ. എന്റെ പേരെങ്ങനെയാണ്? സുകുമാരൻ. ഇവിടെ ഓക്കെ. ഞാൻ ചോദിച്ചത്, അപ്പൊ നമ്മള് സെക്യൂരിറ്റിക്കാർക്ക് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? പിന്നെ സാറേ, എന്നെ പോലെ കൊമ്പ മീശ വേണം. അത് വേണം. എന്നെ പോലെ വയറ് വേണം. അത് വേണം. അങ്ങും എത്താത്ത ഒരു പാൻറ് കൊടുക്കും. വേണം. അത് വേണം. പിന്നെ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലും ഏത് സന്ദർഭത്തിലും ഉറങ്ങാനുള്ള ഒരു കഴിവ് വേണം. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പ്രത്യേകം ശ്രദ്ധിക്കണം. മുന്നും പിന്നും എപ്പോഴും ഒരു ശ്രദ്ധ വേണം. അത് എന്നോട് പറയണ്ട, പുള്ളിയോട് പറഞ്ഞാൽ മതി. മുന്നും പിന്നും ഒട്ടും ശ്രദ്ധിക്കുന്നില്ല, ചാടിക്കൊണ്ടിരിക്കുക. അതല്ല പറഞ്ഞത്. നമ്മുടെ ബാങ്കിന്റെ മുന്നിലും പിന്നിലും എപ്പോഴും നിങ്ങളുടെ ശ്രദ്ധ വേണം. അത് ഞാൻ ഏറ്റു. ATM-ന്റെ ഫ്രണ്ടിൽ ഞാൻ കാണും. അതെ, ഒരാള് ബാങ്കിലും ഒരാൾ ATM-ലായിരിക്കും. നിങ്ങൾക്ക് ജോലി കിട്ടുന്നെങ്കിൽ ഞങ്ങൾ നിയമിക്കുന്നത്. സാറേ, ATM-ന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു സംശയം ഉണ്ടായിരുന്നു. നമ്മളിപ്പോ നമ്മുടെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ബാങ്കിലും ബാലൻസ് ഇല്ലെങ്കിലേ നമ്മൾ അവരുടെ പൈസ പിടിക്കും. പിന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് എന്തെങ്കിലും പൈസ വന്നാൽ അപ്പൊ നമ്മൾ പൈസ പിടിക്കും. അപ്പൊ നമ്മൾ ഈ ATM-ൽ പോയിട്ട് ATM-ൽ പൈസ ഇല്ലെങ്കിലേ നമ്മൾ അവർക്ക് അങ്ങോട്ട് പൈസ കൊടുക്കോ? ചിലപ്പോ കൊടുക്കേണ്ടി വരും. അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം. അപ്പോ ഒരു കാര്യം ചെയ്യും, ആ 2 ഫോമിന് തരൂ. ഈ 2 ഫോമും നിങ്ങളൊന്ന് എഴുതി
ഒപ്പിട്ട് ഫോം ഫില്ല് ചെയ്ത് തരണം. അപ്പൊ ഞാൻ ചെന്നിട്ട് ലോക്കറിൽ നിന്ന് ഇന്ന് ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ട ഒരു 20 ലക്ഷം രൂപയോളം വരെ നമ്മുടെ ബാങ്കിന് ഒരു ദിവസത്തെ ആവശ്യം, അത് എടുത്തിട്ട് വരാം. എത്ര? 20 ലക്ഷം. ഞാൻ സെക്യൂരിറ്റി ആയിട്ട് വരണോ? അത് ആദ്യം ഒപ്പിട്, എന്നിട്ട് ജോലി കിട്ടട്ടെ, എന്നിട്ട് നീ സെക്യൂരിറ്റി ആയിട്ട് വന്നാൽ മതി. അവിടെ പെരുന്ന് പൂരിപ്പിക്കൂ. എന്നപ്പോ നമുക്ക് ലോക്കറിലോട്ട് പോയാലോ? അല്ല സാറേ, എനിക്കൊരു സംശയം കൂടിയുണ്ട്. നമ്മൾ ഈ ലോക്കറിന്റെ പാസ്വേഡ് മറന്നോ, എന്ത് ചെയ്യും? അതിനകത്ത് നിന്നെ ഇട്ട് ഞാൻ പൂട്ടും. 20 ലക്ഷം രൂപ. 20 ലക്ഷം ഇവൻ തിരിച്ചു വരും. സൂത്രത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ കത്തെടുത്ത് കഴുത്തി വെക്കും. ആ സമയം കൊണ്ട് നീ 20 ലക്ഷം ബാഗിലാക്കിക്കോണം. എത്ര? 20 ലക്ഷം. എന്റെ പൊന്നാശാനെ, കഴിഞ്ഞ ദിവസം ഞാൻ പെയിന്റിങ്ങിന് പണിക്ക് പോയപ്പോ എനിക്ക് 750 രൂപ ശമ്പളം കിട്ടിയതാ. ആ 750 രൂപ എണ്ണി തിട്ടപ്പെടുത്താൻ വേണ്ടി 3 ദിവസം എടുത്തു. ഞാൻ എങ്ങനെ ഈ 70 ലക്ഷം രൂപയൊക്കെ എണ്ണുന്നത്? 20 രൂപയ്ക്കുള്ള വീട്ടിലെ ഊണ് അന്വേഷിച്ച് നടക്കുന്നവനൊക്കെ ആണല്ലോ ഞാൻ കൊള്ളയടിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. ആ പൈസ എടുക്കണ്ടേ? എടുക്കണം, നീ പൂരിപ്പിക്കും. അത് പൂരിപ്പിച്ചോളാം, അത് കുഴപ്പമൊന്നുമില്ല. എന്റെ പേര് വാമദേവൻ എന്നല്ലേ? അതെ. പിന്നെ നീ എന്തിനാ ബാബു എന്ന് എഴുതി വെച്ചത്? എന്റെ പൊന്നാശാനെ, ഞാൻ ആ പുള്ളിയെ കണ്ടപ്പെടുത്തിന് എന്റെ ആവേശത്തിന് അങ്ങ് ഞാൻ വാമദേവൻ എന്ന് പറഞ്ഞതാ. എനിക്ക് അതിന്റെ സ്പെല്ലിംഗ് അറിയത്തില്ല. ആകെപ്പാടെ അറിയാവുന്ന സ്പെല്ലിംഗ് ബാബുവിന്റെ സ്പെല്ലിംഗ് ഉള്ളൂ, BAB. അതാ ഞാൻ എഴുതി. അപ്പൊ അത് മതിയല്ലേ? അത് മതി. ആശാൻ എഴുതി, ആശാൻ എഴുതിയോ? എടാ, അഥവാ നമുക്കിനി ജോലി കിട്ടിയ എന്ത് ചെയ്യൂടാ? എന്തിനാണ് പിന്നെ മോട്ടിക്കാൻ പോകുന്നത്? നമുക്ക് പിന്നെ ഇവിടെ അങ്ങ് നിന്നാ പോരെ? പറ്റൂലടാ, എനിക്ക് പണിയെടുത്ത് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്റെ ദൈവമേ, അങ്ങനെ ഒന്നും പറയരുത് കേട്ടോ. തീർത്തേരാ, ഒരു അല്ല സാറേ, വേറെ സംശയം ഉണ്ടായിരുന്നു. എന്നിട്ട് ചോദിച്ചാ മതിയല്ലേ? ചോദിച്ചാൽ മതി. കറക്റ്റാ വെക്കണം. 20 ലക്ഷം രൂപയാണ്. കണക്കും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോളണം. പൂരിപ്പിച്ചല്ലേ? സാറേ, ഞാൻ വേറൊരു സംശയം കൂടി ചോദിച്ചോട്ടെ. അത് ഈ 60 വയസ്സിന് മേളിലുള്ള ആൾക്കാർക്ക് 8% പലിശയും ഈ ചെറുപ്പക്കാർക്ക് 5% പലിശയും. അതങ്ങനെയല്ലല്ലോ വരേണ്ടത്. ചെറുപ്പക്കാർക്കല്ലേ ഇപ്പൊ പൈസക്കൊക്കെ ചെലവ്. ഈ 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് എന്ത് ചെലവുണ്ടാവുന്ന വല്ലതെന്ന് വീട്ടിരുന്നാ പോരെ? ഒരു മിനിറ്റ്. ഹലോ, ഹെഡ് ഓഫീസ് അല്ലേ? ഇത് വെഞ്ഞാറമൂട് ബ്രാഞ്ചിൽ നിന്നാണേ. അവിടെ ഒരു വിജയചന്ദ്രൻ നായരുണ്ട്. അയാളെ പോസ്റ്റ് എന്താണെന്ന് പറയൂ. മാനേജറോ? ഓക്കെ, താങ്ക് യു സാർ. അതെ സാറേ, സാറല്ലേ വിജയേന്ദ്രൻ നായർ? അതെ. അല്ല, പിന്നെ എന്തിനാ ഹെഡ് ഓഫീസിൽ വിളിച്ചു ചോദിച്ചത്? ഈ കൊച്ചിന്റെ സംശയം കേട്ടിപ്പോ എനിക്ക് എന്നെ തന്നെ സംശയമായിരിക്കും. ഞാൻ ആരാണെന്നൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി വിളിച്ചെന്നേ ഉള്ളൂ. സാറാണല്ലോ മാനേജർ? ആണ്. ഉറപ്പിച്ചല്ലോ? ഉറപ്പിച്ചു. സാർ ഉറപ്പിച്ചല്ലോ? ഉറപ്പിച്ചു. ഞങ്ങൾ ഉറപ്പിച്ചു. അങ്ങനെ അല്ല സാർ, എനിക്കൊരു സംശയം. തലയിലാണോ നടുവിലാണോ കാലിലാണോ അടിക്കേണ്ടത്? എവന്റെ തലമണ്ണ് നോക്കി അടിച്ചില്ല. എനിക്ക് ഇതൊന്നും മനസ്സിലാവണം. തലയിലടിക്കാൻ സാർ ഓക്കെയാ? സാറേ ഓക്കെയാ? 20 ലക്ഷം കൊണ്ടുപോയി. എന്റെ ബാങ്കിന്റെ 20 ലക്ഷം കൊണ്ട് എന്റെ ജോലി പോകും ജിൻസി. അല്ല സാറേ, സാറിന്റെ ജോലി പോകുമ്പോ എന്റെ ജോലി പോവല്ലോ. സാറേ, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? വീണ്ടും തീർന്നില്ലേ? അല്ല, സാറിന്റെ തലക്കാണാ നടുവിനാണ് അടി കൊണ്ടത്? ഇനി സത്യം പറഞ്ഞ ഇവിടെ ഒന്നുമില്ല, അടിക്കരുത്. ഒരു സംശയം ചോദിച്ചോട്ടാ? എനക്ക് കൊണ്ടാടാ അത്. പാലോട്ട് പോകാനുള്ള ബസ് നിർത്തുന്ന സ്റ്റോപ്പ് ഏതാണ്? അയ്യോ, അതവിടെ പഴത്തോട്ടില്. ആണോ? ഓക്കെ. അല്ല, പക്ഷെ അവിടെ ബസ് നിർത്തോന്നൊരു സംശയം ഉണ്ട് കേട്ടോ. ഓടിക്കോടാ, ഇല്ലെങ്കിൽ എവളെ സംശയത്തെ കുരുങ്ങി നമ്മള് മരിക്കും.